വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ചാലിയാർ തീരത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം മൃതദേഹങ്ങളുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പിനും തുടക്കമായി. മണ്ണെടുത്ത മനുഷ്യർക്കായി തുടരുന്ന തിരച്ചിൽ. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ. വനമേഖലയായ പാണൻകായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ചാലിയാറിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. മേഖലയിൽ തിരച്ചിൽ തുടരും. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി കിട്ടുന്നുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവരുടെ താത്കാലിക പുനരധിവാസത്തിനായി 283 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സന്നദ്ധത അറിയിച്ച ഉടമസ്ഥരുടെ 100ഓളം വീടുകളുമുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താത്കാലിക പുനരധിവാസം. ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന ഉടൻ പൂർത്തിയാകും. ദുരന്തബാധിതരുടെ ഉരുളെടുത്ത രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായി. 24 വയനാട്.